ഗുഡ് ആഫ്റ്റർനൂൺ. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ എടുത്ത ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നൊരു പുതിയ ടോപ്പിക്ക് കേടുന്നാലോ? ഓക്കെ, അപ്പോൾ ടീച്ചർ ഇപ്പോൾ ഒരു പിക്ചർ കാണിച്ചു തരാം. ഓക്കെ, എല്ലാവരും പിക്ചർ കണ്ടോ? കണ്ടോ? എല്ലാവരും പിക്ചർ കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ എന്തിന്റെ പിക്ചറാണത്? ഒരു കമ്പനിയുടെ പിക്ചറാണ്. ഓക്കെ, കമ്പനിയാണ് അതെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു കമ്പനീനെ, നിങ്ങളിപ്പോൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്താണെന്നൊക്കെ പഠിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് കമ്പനീനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക? പ്രൈവറ്റ് കമ്പനി എന്നും പബ്ലിക് കമ്പനി എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്താ ഈ പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? പ്രൈവറ്റ് പേഴ്സൺസുകൾ കമ്പനീസുകൾ ഓൺ ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള കമ്പനിയാണ് പ്രൈവറ്റ് കമ്പനി. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ടൈപ്പ് ഓഫ് കമ്പനി ഏതൊക്കെയാണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്താണ്? ടൈപ്പ് ഓഫ് കമ്പനി. കമ്പനിയെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഓക്കെ, അപ്പോ ടീച്ചർ ഇപ്പൊ ഒരു ചാർട്ട് കാണിച്ചുതരാം. ഓക്കെ, എല്ലാവരും ചാർട്ട് കണ്ടോ? കണ്ടോ? എങ്ങനെയാ, എന്താ പറഞ്ഞേക്കണം അതില്? കമ്പനീനെ എങ്ങനെയാണ് രണ്ടായിട്ടല്ല ക്ലാസിഫൈ ചെയ്തേക്കണേ, മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് പ്രൈവറ്റ് കമ്പനി, നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കണത്? പബ്ലിക് കമ്പനി, പിന്നെന്താണ്? വൺ പേഴ്സൺ കമ്പനി. അപ്പൊ നമുക്ക് കമ്പനീനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണ്? പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി ആൻഡ് വൺ പേഴ്സൺ കമ്പനി. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ്? നമുക്ക് പ്രൈവറ്റ് കമ്പനീനെയും പബ്ലിക് കമ്പനി, വൺ പേഴ്സൺ കമ്പനി, ഈ മൂന്ന് ടോപ്പിക്കിനെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്കൊരു ആക്ടിവിറ്റി ചെയ്താലോ? റെഡി അല്ലേ? ഓക്കെ, അപ്പൊ ടീച്ചർ നിങ്ങളുടെ ക്ലാസ്സിനെ രണ്ട് ഗ്രൂപ്പ് ആക്കിയിട്ട് തിരിക്കുവാണ്. ഈ സൈഡുകാർ ഒരു ഗ്രൂപ്പ്, ഈ സൈഡുകാർ ഒരു ഗ്രൂപ്പ്. ഈ സൈഡുകാർക്ക് ടീച്ചർ ഒരു ടാസ്ക് കാർഡ് തരാം, നിങ്ങൾക്ക് ഒരു ടാസ്ക് കാർഡ് തരാം. അപ്പൊ അതില് ഒരു കുറേ കമ്പനീസുകൾ, ഈ നമുക്കറിയാവുന്ന കുറേ കമ്പനീസുകളുടെ പേരുകളായിരിക്കും അതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവുക. അതിൽ നിന്ന് നിങ്ങളോട് എന്താണ് ഫസ്റ്റ് എക്കാരോട്, ഈ ഗ്രൂപ്പുകാരോട് പ്രൈവറ്റ് കമ്പനീസുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? പബ്ലിക് കമ്പനീനെ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. റെഡി അല്ലേ? ഓക്കെ, ടൈം സ്റ്റാർട്ട് നൗ. ഓക്കെ, രണ്ട് ഗ്രൂപ്പുകാരെ ആക്ടിവിറ്റി ചെയ്തോ? ചെയ്തു അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ആക്ടിവിറ്റി, അതിന്റെ ആൻസർ എന്താണ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. എല്ലാവരും PPT-യിലേക്ക് നോക്കൂ. ഓക്കെ, അപ്പം നമുക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്താണ്, ഗ്രൂപ്പ് ആക്ടിവിറ്റിയുടെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. ഗ്രൂപ്പ് ആക്ടിവിറ്റി 1, ഗ്രൂപ്പിന് 1-ന് കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റി നോക്കാം. റിലയൻസ് ഇൻഡസ്ട്രിയൽ ലിമിറ്റഡ്, ഭാരത് പെട്രോളിയം, ടാറ്റ കൺസൾട്ടൻസി സർവീസ്, സിമെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, വിപ്രോ ലിമിറ്റഡ്, കോൾ ഇന്ത്യ. എന്നിട്ട് എന്ത് ചെയ്യാണ്? അന്ന് പ്രൈവറ്റ് കമ്പനീസ് ഏതൊക്കെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ആൻസർ നോക്കട്ടെ. വെരി ഗുഡ്, ആൻസർ കറക്റ്റാണ്. റിലയൻസ് ഇൻഡസ്ട്രിയൽ ലിമിറ്റഡ്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആൻഡ് വിപ്രോ ലിമിറ്റഡ്. വെരി ഗുഡ്. ഇനി ഗ്രൂപ്പ് 2-ന് കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റി നോക്കാം. ITC ലിമിറ്റഡ്, അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്, കോൾ ഇന്ത്യ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ ലിവർ ലിമിറ്റഡ്, വിപ്രോ ലിമിറ്റഡ്, BHEL, ഭാരത് പെട്രോളിയം. ഫൈൻഡ് പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ആൻസർ നോക്കാം. വെരി ഗുഡ്, കറക്റ്റാണ്. അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്, കോൾ ഇന്ത്യ ലിമിറ്റഡ്, BHEL, ഭാരത് പെട്രോളിയം. ഇതൊക്കെയാണ് പബ്ലിക് കമ്പനീസുകൾ. വെരി ഗുഡ്, കറക്റ്റ് ആൻസറാണ്. അപ്പോൾ രണ്ട് ഗ്രൂപ്പിൻ്റെ ആക്ടിവിറ്റീസുകളിൽ നിങ്ങൾ ആൻസർ ചെയ്തത് കറക്റ്റാണ്. വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു പബ്ലിക് കമ്പനി എന്താണ്, പ്രൈവറ്റ് കമ്പനീസ് ഏതൊക്കെയാണ് എന്ന് ഒരു ധാരണയൊക്കെ ഉണ്ട്. വെരി ഗുഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി പ്രൈവറ്റ് കമ്പനീനെ പറ്റിയിട്ടും പബ്ലിക് കമ്പനീനെ പറ്റിയിട്ടും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ടീച്ചർ ഇപ്പോൾ എന്താണ് പ്രൈവറ്റ് കമ്പനി, എന്താണ് പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആക്ടിവിറ്റി ഒക്കെ ഇഷ്ടമായോ? നല്ല രസമുള്ള ആക്ടിവിറ്റി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പ്രൈവറ്റ് കമ്പനി എന്താണ്, പബ്ലിക് കമ്പനി എന്താണ്, വൺ പേഴ്സൺ കമ്പനി എന്താണ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയാലോ? ഓക്കെ, അപ്പം നമുക്ക് പ്രൈവറ്റ് കമ്പനി എന്താണെന്ന് നോക്കി നോക്കാം.
സെക്ഷൻ 2 സബ്സെക്ഷൻ 68 പ്രകാരം കമ്പനി ആക്ട് 2030 സെക്ഷൻ 2 സബ്സെക്ഷൻ 68 പ്രകാരം കമ്പനീനെ പ്രൈവറ്റ് കമ്പനീനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തതെന്ന് നോക്കിയേ. ഹാസ് മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ₹1 lakh ഓർ സച്ച് ഹയർ ക്യാപിറ്റൽ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലാണ്. ഓക്കെ, നോക്കണേ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ₹1 lakh ഓർ ഹയർ എമൗണ്ടോ ആയിരിക്കാം. അതിൻ്റെ ആർട്ടിക്കിൾ പ്രകാരം ഇതിനെന്തായിരിക്കും, ഇത്തരത്തിലുള്ള പ്രൈവറ്റ് കമ്പനീസുകൾക്ക് അതിൻ്റെ ഷെയർസുകൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയണത്. പിന്നെന്താണ് പറയണത്, എക്സെപ്റ്റ് 1% കമ്പനി ഒഴികെ, എക്സെപ്റ്റ് 1% കമ്പനി, 1% കമ്പനി എന്ന് പറയണത് ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. ആ കമ്പനി ഒഴികെ, ആ എക്സെപ്റ്റ് 1% കമ്പനി, ദ ലിമിറ്റ് ദ നമ്പർ ഓഫ് ഇറ്റ്സ് മെമ്പർ ടു 200. അതായത് അതിൻ്റെ മെമ്പേഴ്സ്, പ്രൈവറ്റ് കമ്പനിയുടെ മെമ്പേഴ്സ് എന്ന് പറയണത് 2 to 200 ആയിരിക്കും. മിനിമം 2%, മാക്സിമം 200 ആയിരിക്കും. പിന്നെന്താ പറഞ്ഞേക്കണത്, അതിനെന്തായിരിക്കും, അത്തരത്തിലുള്ള കമ്പനീസുകൾക്ക് ഷെയർസുകൾ വാങ്ങാൻ വേണ്ടി, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റീസുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കമ്പനീനെ ആയിരിക്കും പ്രൈവറ്റ് കമ്പനി എന്ന് പറയണത്. ഏത് സെക്ഷനാണ് പറയണത്, സെക്ഷൻ 2 സബ്സെക്ഷൻ 68. ഓക്കെ, അപ്പോൾ മനസ്സിലായോ എന്താണ് പ്രൈവറ്റ് കമ്പനി എന്ന്? ഓക്കെ, നെക്സ്റ്റ് ഒന്ന് നോക്കിയേ, പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി ഉണ്ട്, പ്രൈവറ്റ് കമ്പനി ഉണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ പബ്ലിക് കമ്പനി പറഞ്ഞാൽ എങ്ങനെയാണ്, സെക്ഷൻ 2 സബ്സെക്ഷൻ 71. 68 ആണ് പ്രൈവറ്റ് കമ്പനി, 71 ആയിരിക്കും പബ്ലിക് കമ്പനി പ്രകാരം പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ളൊരു പബ്ലിക് കമ്പനി എങ്ങനെയാണ് കമ്പനി ആക്ട് 2030 പ്രകാരം ഡിഫൈൻ ചെയ്തേക്കണമെന്ന് നോക്കിക്കാം. ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രൈവറ്റ് കമ്പനി ആയിരിക്കില്ല. ഓക്കെ, പ്രൈവറ്റ് കമ്പനി അല്ലാത്ത കമ്പനിയാണ്. പിന്നെ എന്താ പറഞ്ഞേക്കണത്, ഈസ് എ പ്രൈവറ്റ് കമ്പനി, ഒരു പ്രൈവറ്റ് കമ്പനി ആകാം. വിച്ച് ഈസ് എ സബ്സിഡിയറി ഓഫ് പബ്ലിക് കമ്പനി, ഒരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് കമ്പനി ആയിരിക്കാം. എന്താണ് പറയണത്, ഒരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് കമ്പനി ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള കമ്പനി ആയിരിക്കാം. ഒന്നുകിൽ അത് ഒരു പ്രൈവറ്റ് കമ്പനി അല്ലാത്ത ഒരു കമ്പനി ആയിരിക്കാം. അത് എങ്ങനെയായിരിക്കും, പബ്ലിക് കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് കമ്പനി ആയിരിക്കാം. പിന്നെ എന്താ പറഞ്ഞേക്കണത്, ഹാസ് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ₹5 lakh ഓർ സച്ച് ഹയർ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. പിന്നെ അല്ലെങ്കിൽ എന്താണ്, മിനിമം 5 lakh അല്ലെങ്കിൽ ഹയർ എമൗണ്ടോ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലുള്ള അത്തരത്തിലുള്ള ഒരു കമ്പനീനെ ആയിരിക്കും പബ്ലിക് കമ്പനി എന്ന് പറയണത്. അപ്പോൾ എന്താണ് പബ്ലിക് കമ്പനി എന്ന് മനസ്സിലായോ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, അപ്പോൾ ടീച്ചർ ഇപ്പോൾ സ്ക്രീനിൽ ഒരു കമ്പാരിസൺ കാണിച്ചു തരാം. കാണാനുണ്ടോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ഈ പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയേ, നമ്പർ ഓഫ് മെമ്പേഴ്സ് എങ്ങനെയായിരിക്കും, 2 to 200 ആയിരിക്കും. അതായത് മിനിമം 2%, മാക്സിമം 200 ആയിരിക്കും നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് നമുക്ക് പറയാം. ഇനി പബ്ലിക് കമ്പനിയുടെ കേസ് നോക്കിയേ, മിനിമം എത്ര ആൾക്കാർ വേണം, 7 മെമ്പേഴ്സ് ആയിരിക്കും ഒരു പബ്ലിക് കമ്പനിക്ക് ഉണ്ടായിരിക്കാം. മാക്സിമം എങ്ങനെയാണ്, മാക്സിമം അൺലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, ഇനി അതിൻ്റെ നെയിം എന്താണ്, ഈ ഒരു നമുക്ക് അറിയാം പ്രൈവറ്റ് കമ്പനീസിൻ്റെ കൂടെ പി ലിമിറ്റഡ് എന്താണ്, പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കാണിക്കും. എന്നാൽ ഈ പബ്ലിക് കമ്പനി ആണെങ്കിലോ ലിമിറ്റഡ്, LTD എന്നാണ് ആ ഒരു കമ്പനീസിൻ്റെ ഒപ്പം എഴുതി വെച്ചിട്ടുണ്ടാവുക, ആഡ് ചെയ്തിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവുക. നെക്സ്റ്റ് നോക്കിയേ, ഇൻവിറ്റേഷൻ എങ്ങനെയാണ്, നമുക്ക് പ്രൈവറ്റ് കമ്പനീസിന് എന്താണ്, പബ്ലിക്കിനെ ഒരിക്കലും ഇൻവൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൈവറ്റ് കമ്പനീസിന് എന്താണ്, പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ട് പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഇൻവിറ്റേഷൻ്റെ ആവശ്യമില്ല. ഇൻവിറ്റേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല പബ്ലിക്കിനെ. എന്നാൽ പബ്ലിക് കമ്പനിക്കാണെങ്കിൽ എന്ത് ചെയ്യാം, പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് കഴിയുമെന്നാണ് പറയണത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്, ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിബഞ്ചർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ്സിന് വേണ്ടിയിട്ട്.
ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. ഈ പ്രൈവറ്റ് കമ്പനീസിന്റെ ഷെയർസ് എന്ന് പറയുന്നത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തായിരിക്കും, അതിനൊരു റെസ്ട്രിക്ഷൻ ഉണ്ട് എന്ന് പറയാം. പക്ഷെ എന്താണ്, പബ്ലിക് കമ്പനിക്കാണെങ്കിൽ എന്തായിരിക്കും, അത്തരത്തിലൊരു റെസ്ട്രിക്ഷൻ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഷെയർസുകൾ എന്താണ്, ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ നോക്കിയേ, നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്. പ്രൈവറ്റ് കമ്പനീസ് ആണെങ്കിൽ മിനിമം 2 ഡയറക്ടേഴ്സ് എങ്കിലും ആവശ്യമാണ്. ഓക്കെ, ഒരു കമ്പനീസിൽ എന്താണ്, ഒരു ഡയറക്ടർ ഉണ്ടായിരിക്കില്ലേ, മിനിമം 2 ഡയറക്ടർ എങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിക്ക് വേണം. എന്നാൽ പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം 3 ഡയറക്ടേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് വൺ നോക്കിയേ, ഇൻഡെക്സ് ഓഫ് മെമ്പർ. ഈ ഇൻഡെക്സ് ഓഫ് മെമ്പർ എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനീസിൽ എന്തായിരിക്കും, കമ്പൽസറി ആയിരിക്കില്ല. എന്നാൽ പബ്ലിക് കമ്പനിയിലാണെങ്കിൽ അത് കമ്പൽസറി ആയിരിക്കും. ഓക്കെ, ഡിഫറൻസുകൾ പഠിച്ചു. അങ്ങനെ നോക്കുമ്പോൾ എന്താണ്, ഈ പ്രൈവറ്റ് കമ്പനീസുകൾക്ക് പബ്ലിക് കമ്പനീസിനെക്കാട്ടിലും എന്തായിരിക്കും, കുറച്ച് പ്രിവിലേജസുകൾ ഉണ്ടായിരിക്കും. എന്തൊക്കെ പ്രിവിലേജസുകളായിരിക്കും കമ്പനീസിൽ ഉണ്ടാവുക? ഫസ്റ്റ് നോക്കിയേ, നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ കാര്യം പറയുമ്പോൾ എന്താണ്, അതിലെ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മിനിമം 2 മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ പബ്ലിക് കമ്പനിക്ക് എന്താണ്, മിനിമം 7 മെമ്പേഴ്സ് ആണ് പറയണത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഒരു പ്രിവിലേജ് ആയിട്ട് നമുക്ക് അതിനെ പറഞ്ഞോടെ, എന്താണ് പറഞ്ഞത്, ഒരു പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യാൻ മിനിമം ഓൺലി 2 മെമ്പേഴ്സ് ആവശ്യം മതി. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യാവുന്നതാണ്. അതൊരു പ്രിവിലേജസ് ആയിട്ട് പറയാം. നെക്സ്റ്റ് വൺ നോക്കിയേ, പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇൻവിറ്റേഷൻ. അതായത് പ്രൈവറ്റ് കമ്പനീസുകളെ ഷെയർസുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഈ പ്രൈവറ്റ് കമ്പനീസിനില്ല. പക്ഷെ പബ്ലിക് കമ്പനിക്ക് എന്ത് ചെയ്യണം, അതിനൊരു ഇൻവിറ്റേഷൻ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് എന്താണ്, ഒരു പ്രൈവറ്റ് കമ്പനിയുടെ പ്രിവിലേജസ് ആയിട്ട് പറയാം. ഇനി നെക്സ്റ്റ് എന്താണ് പറഞ്ഞത്, പിന്നെ എന്തായിരിക്കും, ഈ ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്, പ്രൈവറ്റ് കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു കമ്പൽസറി ഇല്ല എന്ന് നമുക്ക് പറയാം. പക്ഷെ പബ്ലിക് കമ്പനിക്ക് അവിടെ ഒരു കമ്പൽസറി ആണ് എന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ ഈ പ്രൈവറ്റ് കമ്പനിയുടെ ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രിവിലേജ് ആയിട്ട് ഇതിനെ നമുക്ക് പറയാം. അപ്പോൾ 3 പ്രിവിലേജ് പഠിച്ചില്ലേ, ഇനി നമുക്ക് 2 പ്രിവിലേജും കൂടി പറയാം. അതായത് ഇങ്ങനെ ഒരു പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് മിനിമം അല്ലെങ്കിൽ 2 ഡയറക്ടേഴ്സുകളെ ആകെ കൂടിയിട്ട് ആവശ്യമുള്ളൂ ഒരു കമ്പനി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം 3 ഡയറക്ടർ ആവശ്യമാണ്. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 ഡയറക്ടർ മിനിമം മതി. പബ്ലിക് കമ്പനി ആണെങ്കിൽ അതിൽ 3 ഡയറക്ടർ വേണം. അപ്പോൾ അത് നമുക്ക് ഒരു പ്രിവിലേജ് ആയിട്ട് പറയാം. പ്രൈവറ്റ് കമ്പനിയുടെ ഒരു പ്രിവിലേജ് ആയിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ എന്താണ്, അലോട്ട് ഷെയർ ക്യാൻ ബി ഡൺ വിതൗട്ട് റിസീവിങ് മിനിമം സബ്സ്ക്രിപ്ഷൻ. അതായത് മിനിമം സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഷെയർസുകൾ അലോട്ട് ചെയ്യാമെന്നാണ് പറയണത്. ഓക്കെ, ഇതും നമുക്ക് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ പ്രിവിലേജ് ആയിട്ട് പറയാം. അപ്പം എന്തൊക്കെയാ പറഞ്ഞത്, 5 പ്രിവിലേജസുകൾ നമുക്ക് പബ്ലിക് കമ്പനീനെ നോക്കുമ്പോൾ പ്രൈവറ്റ് കമ്പനിക്ക് ഉണ്ട് എന്നാണ് പറയണത്. ഒന്ന് എന്താണ്, പ്രൈവറ്റ് കമ്പനിക്ക് ഫോം ചെയ്യുമ്പോൾ മിനിമം 2 മെമ്പേഴ്സ് മതി, മിനിമം 2 ഡയറക്ടേഴ്സ് മതി. ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരിക്കലും കമ്പൽസറി ആയിരിക്കില്ല. പിന്നെന്താണ് പറഞ്ഞത്, പബ്ലിക്കിനെ ഒരു ഷെയർസുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവിറ്റേഷൻ്റെ ആവശ്യമില്ല, ഇൻവിറ്റേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെന്താണ്, മിനിമം സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ ആ കമ്പനിക്ക് ഫോം ചെയ്യാനും പ്രവർത്തിക്കാനും പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം സബ്സ്ക്രിപ്ഷൻ്റെ ആവശ്യമില്ല എന്ന് നമുക്ക് പറയാം. ഇതൊക്കെ എന്താണ്, ഒരു പ്രൈവറ്റ് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രിവിലേജസ് ആയിട്ട് പറയാം. അപ്പോൾ പബ്ലിക് കമ്പനി എന്താണ്, പ്രൈവറ്റ് കമ്പനി എന്താണെന്നൊക്കെ മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി നമ്മൾ ഒരു കമ്പനീസിന്റെ പേര് കൂടി പഠിച്ചില്ലേ, എന്താണ് 1% കമ്പനി. അതായത് എന്താണ് 1% കമ്പനി നോക്കിയേ, 2030 പ്രകാരം 2030 കമ്പനി ആക്ട് പ്രകാരം നമുക്ക് ഒരാൾ ഒറ്റയ്ക്ക് ഒരു ഓണറായിട്ട് എന്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു മെമ്പർ ഒറ്റയ്ക്ക് ഒരു കമ്പനി തുടങ്ങാം എന്നാണ് പറയുന്നത്. ഇവിടെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസിന്റെ കാര്യമല്ല പറയണത്.
ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു കമ്പനി തുടങ്ങാമെന്നാണ് പറയണത്, ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി തുടങ്ങാമെന്നാണ് പറയണത്. അത്തരത്തിൽ ഒരാൾ ഒറ്റയ്ക്ക് ഓൺ ചെയ്തിട്ട് ഒരു കമ്പനി തുടങ്ങുവാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു കമ്പനീനെ ആയിരിക്കും എന്തെന്ന് പറയണത്, 1% കമ്പനി എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ നമുക്കിനി 1% കമ്പനി എന്താണെന്ന് നോക്കി നോക്കാം. എന്താണ് പറഞ്ഞാൽ 1% കമ്പനി. അപ്പോൾ സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പ്രകാരം 1% കമ്പനിയിൽ എത്രയായിരിക്കും, ഒരു മെമ്പർ ആയിരിക്കും ഉണ്ടാവുക എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്, സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പ്രകാരം 1% കമ്പനിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരിക്കുക, ഒരൊറ്റ മെമ്പേഴ്സ് ഉണ്ടായിരിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇതൊരു ന്യൂ ഫോം ഓഫ് എൻറ്റിറ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. According to section 2 subsection 62, okay, section 2 subsection 62 of Companies Act പ്രകാരം 1% കമ്പനി എന്ന് പറയുന്നത് ഒരു ഒറ്റ മെമ്പർ ആയിരിക്കും, ഒരു 1% ആയിട്ട് ഒരൊറ്റ ആള് മെമ്പറായിട്ട് പ്രവർത്തിക്കുന്ന അത്തരത്തിലുള്ള ഒരു കമ്പനീനെ ആയിരിക്കും 1% കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ റൂൾ 3 കമ്പനീസ് ആക്ട് റൂൾ 2040 പ്രകാരം ഈ 1% കമ്പനിയിൽ എങ്ങനെയായിരിക്കും, അതിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, നമുക്ക് പറയാം. അത് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഫസ്റ്റ് എത്തത് 1% ആയിരിക്കും എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ. ആ ഒരു പേഴ്സൺ, ഒറ്റ ആളാണ് ആ ഒരു കമ്പനി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കുക. ആ ഒരൊറ്റ ആൾ എന്തായിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഓക്കെ, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കും, അതേപോലെ റെസിഡൻ്റ് ആയിരിക്കും, ഇന്ത്യയിലെ റെസിഡൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, റെസിഡൻറ്റും ആയിരിക്കണം. ഓക്കെ, ഷാൽ ബി എലിജിബിൾ ടു ഇൻകോർപ്പറേറ്റ് 1% കമ്പനി. ആൾക്ക് എന്താണ്, 1% കമ്പനി ഉണ്ടാക്കാനാണ് എലിജിബിൾ ആയിരിക്കും. അതേപോലെ ഈ 1% കമ്പനിയിൽ ഒരൊറ്റ ഓണർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു വ്യക്തിനെ നോമിനി ആയിട്ട് വെക്കും. ഓക്കെ, ആ നോമിനി എന്ന് പറയണതും എന്തായിരിക്കും, അതൊരു ഇന്ത്യൻ സിറ്റീസനും ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലായില്ലേ. ആ ഒരു നാച്ചുറൽ പേഴ്സൺ, ആ മെമ്പർ ഇന്ത്യൻ സിറ്റീസൺ ആയിരിക്കണം, അതേപോലെ ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം. ഒന്നെങ്കിൽ അത് മെമ്പർ ആണെങ്കിലും നോമിനി ആണെങ്കിലും ഇന്ത്യൻ സിറ്റീസണും ആയിരിക്കണം, അറ്റ് എ ടൈം ഇന്ത്യയിലെ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയും ആയിരിക്കണം. ഓക്കെ, പിന്നെന്താണ് പറഞ്ഞത്, നോ പേഴ്സൺ ഷാൽ ബി എലിജിബിൾ ടു ഇൻകോർപ്പറേറ്റ് മോർ ദാൻ 1% കമ്പനി. അതായത് ഇപ്പോൾ ടീച്ചർ ഒരു 1% കമ്പനി ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ടീച്ചർക്ക് ഒരൊറ്റ 1% കമ്പനി ഉണ്ടാക്കാൻ പറ്റുള്ളൂ, മോർ ദാൻ 1% കമ്പനീസ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ നോ പേഴ്സൺ ഷാൽ ബി എലിജിബിൾ ടു ഇൻകോർപ്പറേറ്റ് മോർ ദാൻ 1% കമ്പനി. പിന്നെന്താണ്, നോ മൈനർ ഷാൽ ബിക്കം മെമ്പർ ഓർ നോമിനി ഓഫ് 1% കമ്പനി. മൈനർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ. മൈനർ എന്ന് പറഞ്ഞാൽ ആരാണ്, ബിലോ 18 ഇയേഴ്സ് ഏജ് ഉള്ള വ്യക്തികളെ ആയിരിക്കും മൈനർ എന്ന് പറയുന്നുണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മൈനർക്ക് ഒരു നോമിനി ആയിട്ടോ മെമ്പറായിട്ടോ നിലനിൽക്കാൻ പറ്റില്ല എന്നാണ് പറയണത്. നെക്സ്റ്റ് വേണം നോക്കിയേ, സച്ച് കമ്പനി കനോട്ട് ബി ഇൻകോർപ്പറേറ്റഡ് ഓർ കൺവേർട്ടഡ് ഇൻ ടു ചാരിറ്റബിൾ കമ്പനി. Charitable company, otherwise known as non-profit making or company, or which is under the section 8. സെക്ഷൻ 8 പ്രകാരമുള്ള കമ്പനീസുകളെയാണ് ചാരിറ്റബിൾ കമ്പനി അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഇത്തരത്തിലൊരു കമ്പനി ഫോം ചെയ്ത് 1% കമ്പനിയായിട്ട് ഫോം ചെയ്ത ശേഷം അതിനെ നമുക്കൊരു ചാരിറ്റബിൾ കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറയണത്. സച്ച് കമ്പനി കനോട്ട് ഇൻകോർപ്പറേറ്റഡ് ഓർ കൺവേർട്ടഡ് ഇൻ ടു ചാരിറ്റബിൾ കമ്പനി. ചാരിറ്റബിൾ കമ്പനിയായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാനോ കൺവേർട്ട് ചെയ്യാനോ പറ്റില്ല എന്നാണ് പറയുന്നത്. സച്ച് കമ്പനി കനോട്ട് ക്യാരി ഔട്ട് ദ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റികൾ ഇത്തരത്തിലുള്ള ബാങ്കുകൾക്ക് ക്യാരി ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ 1% കമ്പനീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ റൂൾസുകൾ ഏതൊക്കെയാണ് എന്ന്? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കുറേ 1% കമ്പനിയുടെ റൂൾസുകളൊക്കെ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയായിരിക്കും? അതിനൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും. മറ്റ് കമ്പനീസുകളെ പോലെ തന്നെ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും. ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. അതേപോലെ പെർപെക്ച്വൽ സക്സഷൻ ഉണ്ടായിരിക്കും.
നെക്സ്റ്റ് വൺ എന്താണ്? എനാബിൾ എ സ്മോൾ ടൈം എൻ്റർപ്രണർ ടു എൻ്റർ ഇൻ ടു കോർപ്പറേറ്റ് സെക്ടേഴ്സ്. അതായത് എൻ്റർപ്രണേഴ്സ് എന്ന് പറയുമ്പോൾ ബിസിനസ്സൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഒരു കോർപ്പറേറ്റ് സെക്ടറിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു വേ ആയിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. പിന്നെന്താണ്? നോ നീഡ് ടു ഹോൾഡ് ബോർഡ് മീറ്റിംഗ്. ഇത്തരത്തിലുള്ളൊരു കമ്പനി നടക്കുമ്പോൾ കമ്പനിയിൽ എന്തായാലും ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു കമ്പനിക്ക് 1% കമ്പനിക്ക് ബോർഡ് മീറ്റിംഗ് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അവിടെ ഒരൊറ്റ ആളല്ലേ മെമ്പറായിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഒരു ബോർഡ് മീറ്റിംഗിൻ്റെ ആവശ്യമില്ലല്ലോ. ആൾക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാമല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബോർഡ് മീറ്റിങ്ങിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് എന്താണ്? 1% കമ്പനിയുടെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാം. ഇനി ഡിസഡ്വാൻറ്റേജസ് നോക്കിയേ. നിങ്ങൾ തന്നെ പറഞ്ഞു, ആലോചിച്ച് നോക്കിയേ. മൈനർക്ക് എന്താണ്? മൈനർക്ക് ഒരു നോമിനി ആയിട്ടോ മെമ്പറായിട്ടോ ഈ 1% കമ്പനിയിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞൂടെ? മറ്റ് ഫോം ഓഫ് ബിസിനസ്സുകളാണെങ്കിൽ ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലായിക്കോട്ടെ, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിലായിക്കോട്ടെ, അപ്പോൾ അതിലൊക്കെ മൈനർക്ക് ഒരു മെമ്പറായിട്ട് നിലനിൽക്കാം. പക്ഷേ ഇവിടെ ഇതിന് മെമ്പറായിട്ട് 1% കമ്പനിയിൽ നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നോമിനിയായിട്ട് 1% കമ്പനിയിൽ ഒരു മൈനർക്ക് ആക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്. പിന്നെ അടുത്തത് എന്താണ്? കനോട്ട് കൺവേർട്ടഡ് ഇൻ ടു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അതായത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, സെക്ഷൻ 8 പ്രകാരമുള്ള കമ്പനീസുകളാണ് നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ചാരിറ്റബിൾ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ 1% കമ്പനീസിനെ നമുക്ക് ചാരിറ്റബിൾ കമ്പനികളാക്കിയിട്ടോ ഒരു നോൺ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനീസുകളാക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റില്ല. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാം. പിന്നെന്താണ്? നമ്മൾ പഠിച്ചു ഒരു 1% കമ്പനി നടത്തണമെങ്കിൽ അവരുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റീസൺ ആയിരിക്കണം. അതേപോലെ ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. പക്ഷേ ഒരു ഫോറിനർക്ക് അറ്റ് എ ടൈം ഒരു 1% കമ്പനി ക്യാരി ചെയ്യാനോ അല്ലെങ്കിൽ അതിലെ ഒരു മെമ്പറായിട്ട് നിൽക്കാനോ പറ്റില്ല. അപ്പോൾ അത് നമുക്കൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാം. ഇതൊക്കെയാണ് 1% കമ്പനിയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് പ്രൈവറ്റ് കമ്പനീസുകള്, പബ്ലിക് കമ്പനി, 1% കമ്പനി എന്നൊക്കെ മനസ്സിലായി ഇല്ലേ? അപ്പൊ അടുത്തതായിട്ട് നമുക്കൊരു ഗെയിം ചെയ്താലോ? ഓക്കെ. അപ്പൊ ടീച്ചർ ഇപ്പൊ ഒരു ഗെയിം കാണിച്ചുതരാം. നിങ്ങൾ ആൻസർ ചെയ്യുക. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഗെയിമാണ്. അങ്ങനെ ഒരു ഗെയിമാണ്. അപ്പൊ നിങ്ങൾ ആൻസർ പറയുന്നതനുസരിച്ച് ടീച്ചർ അതിൽ മാർക്ക് ചെയ്യാം. എല്ലാവരും ഗെയിമിലേക്ക് വരും. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഗെയിം ഒന്ന് കളിക്കാം. ഓക്കെ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഡാഷ് കമ്പനി ഫോംഡ് ബൈ ഓൺലി 2 മെമ്പർ. അതേതാണ്? പബ്ലിക് കമ്പനിയാണോ പ്രൈവറ്റ് കമ്പനിയാണോ? എന്താണ്? പ്രൈവറ്റ് കമ്പനി. നോക്കട്ടെ. വെരി ഗുഡ്. അപ്പം നിങ്ങളുടെ ആ ഹോസിന് നോക്കണേ. ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ഈസ് എസെൻഷ്യൽ ഫോർ കമ്പനി. പബ്ലിക് കമ്പനിയാണോ പ്രൈവറ്റ് കമ്പനിയാണോ? എന്താണ്? പബ്ലിക് കമ്പനിയോ? നോക്കട്ടെ. വെരി ഗുഡ്. ഓക്കെ. നെക്സ്റ്റ്. വേർഡ് ലിമിറ്റഡ് ടു ഇറ്റ്സ് നെയിം. വിച്ച് കമ്പനി? ഏത് കമ്പനിക്കാണ് ലിമിറ്റഡ് എന്ന് ആഡ് ചെയ്യുക? 1% കമ്പനിയാണോ? അല്ല, പബ്ലിക് കമ്പനി. വെരി ഗുഡ്. ഓക്കെ. നെക്സ്റ്റ്. ഡാഷ് കമ്പനി ക്യാൻ ബി ഫ്രീലി ട്രാൻസ്ഫർ ഇറ്റ് ഷെയർസ്. 1% കമ്പനിയാണോ അതോ പബ്ലിക് കമ്പനിയാണോ? ഏതാണ്? പബ്ലിക് കമ്പനി. നോക്കട്ടെ. വെരി ഗുഡ്. കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1% കമ്പനി മീൻസ് കമ്പനി വിത്ത് ഡാഷ് ആസ് ഇറ്റ്സ് മെമ്പർ. 1 മെമ്പർ പേഴ്സൺ ആണോ 2 പേഴ്സൺ ഉണ്ടാവുക 1% കമ്പനിയിൽ? 1%. വെരി ഗുഡ്. അപ്പോൾ അത് കറക്റ്റാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ജയിച്ചു കേട്ടോ. ഈ ഗെയിമിൽ കണ്ടില്ലേ? ഇതാണ് നിങ്ങൾ പ്ലെയർ 1. ഇത് കമ്പ്യൂട്ടറിനേക്കാൾ നിങ്ങൾ ജയിച്ചു. വെരി ഗുഡ്. ഓക്കെ. അപ്പോൾ ഗെയിമൊക്കെ നിങ്ങൾ നന്നായിട്ട് ചെയ്തു. വെരി ഗുഡ്. അപ്പോൾ നാളെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രൈവറ്റ് കമ്പനീസിന്റെയും പബ്ലിക് കമ്പനീന്റെയും ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് പഠിച്ചു ഇല്ലേ? അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു ചാർട്ടിൽ അതിന്റെ ആ ഡിഫറൻസുകൾ എഴുതിയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് എഴുതിയിട്ട് കൊണ്ടുവരണം. റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ടൈപ്പ് ഓഫ് കമ്പനീസിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി,
1% കമ്പനി, അങ്ങനെ 3 കമ്പനീസുകളാണ് പറ്റിയിട്ടാണ് പഠിച്ചത്. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.